ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാൻ പാട്ടുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ തുടങ്ങാണ് കേട്ടോ. കൈ കുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈ കുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈ കുടന്ന നിറയെ തിരുമധുരം തരും. ഉരുകും വേനൽ പാടം കടന്നെത്തുമേ രാത്തിങ്കളായി നീയുദിക്കേ. ഉരുകും വേനൽ പാടം കടന്നെത്തുമേ രാത്തിങ്കളായി നീയുദിക്കേ. കനിവാർന്ന വിരലാൽ അണിയിച്ചതാരേ, കനിവാർന്ന വിരലാൽ അണിയിച്ചതാരേ. അലിവിൻ്റെ കുളിരാർന്ന ഹരിചന്ദനം. കൈ കുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈ കുടന്ന നിറയെ തിരുമധുരം തരും. മിഴിനീർ കുടമുടഞ്ഞൊഴുകി വീഴും പുൽപ്പൂവിലെ മൗനങ്ങളിൽ. മിഴിനീർ കുടമുടഞ്ഞൊഴുകി വീഴും പുൽപ്പൂവിലെ മൗനങ്ങളിൽ. ലയവീണയരുളും ശ്രുതി ചേർന്നു മൂളാം, ലയവീണയരുളും ശ്രുതി ചേർന്നു മൂളാം. ഒരു നല്ല മധുരാഗ വരകീർത്തനം. കൈ കുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈ കുടന്ന നിറയെ തിരുമധുരം തരും. പെട്ടെന്ന് ഈ പാട്ട് പാടി നിർത്താനുള്ള ഒരു ധൃതിയായിരുന്നു കേട്ടോ. ആദ്യക്കൂടുന്ന ദോശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അരി വെള്ളത്തിലോട്ട് കുതിർത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ നേരമായിട്ട് അവൻ ദോശ വേണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാപ്പി വെച്ച് കൊടുത്തിട്ട് എനിക്ക് ദോശ ഉണ്ടാക്കിയിട്ട് കാപ്പി മതിയെന്നും പറഞ്ഞ് ചാറ്റം പിടിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ പാട്ട് പാടിയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഓടി വന്ന് പാട്ട് പാടിയിട്ട് ഞാൻ പോകുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് കൂടി ഞാൻ വീട്ടിലുണ്ട്. നാളെ കാലത്ത് ഉച്ചവരെ ഇവിടെ ഉണ്ടാവില്ല. ഉച്ചവരെ വർക്കിനൊക്കെ ആയിട്ട് പോകും. 3 മണിയാകുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പാട്ട് പാടി അപ്ലോഡ് ചെയ്യുമോ എന്ന് പറയാൻ പറ്റില്ല. തോന്നിയാലേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഷോർട്ട് ഉണ്ടാവും, ചിലപ്പോൾ അതും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. നാളെ ഒരു പ്രധാന ദിവസമായിട്ട് വരികയാണ് കേട്ടോ. 2-3 ദിവസം ആകെ ടെൻഷൻ പിടിച്ച കുറേ ദിവസങ്ങളാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, എനിക്ക് വെറുതെ ടെൻഷൻ അടിക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ചെറുതായിട്ട് മഴ ചാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിർത്തുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ആദ്യക്കുട്ടനെ കാണണ്ടേ, ആദ്യക്കുട്ടനെ കൂടി കാണിച്ചു തന്നിട്ട് ഞാൻ നിർത്താം. ആദ്യക്കുട്ടനെ കൂടി ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് അംഗൻവാടി ഇല്ല. ഇവിടെ ഭയങ്കര കുരുത്തക്കട് കാണിക്കാണ് കേട്ടോ. ഇത് കേട്ടില്ലേ? ദോശ ആയോ എന്നാണ് പറയുന്നത്. ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ദോശ നേരെ ഉണ്ടാക്കി തരാം. അവിടെ വാ അമ്മൻ്റെ പൊന്നെ. അരി വെള്ളത്തിലിട്ടതേ ഉള്ളൂ ഞാൻ. കുറച്ചുകൂടി കുതിരാനുണ്ട്.
കുറച്ചുകൂടി കുതിരാനുണ്ട്. കുറച്ചുകൂടി കുതിർന്നിട്ട് അരച്ചിട്ട് അപ്പം തന്നെ ദോശ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഒരു അത്ര നല്ല മയമൊന്നും ഉണ്ടായില്ല. കുറേ നേരം കഴിഞ്ഞാലേ നല്ല മയമൊക്കെ കിട്ടുള്ളൂ. അരച്ചും കൊണ്ട് അപ്പം തന്നെ ദോശ ഉണ്ടാക്കുള്ളൂ. അവിടെ സമാധാനം ഉലുവ കൂടുതലായിട്ടിടും, അപ്പം നല്ല മയം കിട്ടും. ദോശയ്ക്ക് അരി ഇടുമ്പോൾ അതിൻ്റെ അളവൊന്നും അറിയില്ല, ഉഴുന്നും അരിയുടെ അളവൊന്നും അറിയില്ല. ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കുറച്ച് ഉലുവയിട്ട് അരച്ച് ദോശ ഉണ്ടാക്കാം. എന്നിട്ട് കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ. കുറച്ച് ചോറും കൂടി ചേർത്ത് അരയ്ക്കാറുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ നിർത്താൻ കേട്ടോ. ശരി.